ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ ടൈം 3 മണി, രാത്രി 3 മണിയായി. ടു ബി ഫ്രാങ്ക്, ഇത് ഞാൻ എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്ത് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. കാരണം ഇതൊരു മൂവി റിവ്യൂ ആണ്. ഞങ്ങൾ സെക്കൻഡ് ഷോ സിനിമ കണ്ടിട്ട് വരികയാണ്. ഇറ്റ്സ് അബൌട്ട് വാഴ 2. ഫസ്റ്റ് ടൈം ചെയ്യാണ്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിച്ച് പുറത്ത് മാപ്പാക്കണം. ഓക്കെ, സോ ഇറ്റ്സ് അബൌട്ട് വാഴ 2. ആസ് എ മിലനിയൽ ബിഗ് ബോയ്, ചേട്ടൻ, അങ്കിൾ, എന്തുവാണെങ്കിലും പറയാം. എന്തും ഏതും ഇവിടെ എടുക്കും, നോ സീൻ. ഈ സിനിമ എനിക്ക് കുറേ റിലേറ്റ് ചെയ്യാൻ പറ്റി. കാരണം നോർമലി നമ്മളൊരു ഫിലിമിന് പോയിട്ട് അല്ലെങ്കിൽ ഒരു മൂവിക്ക് പോയിട്ട് നമ്മൾ കണ്ട് വരുന്നു, ഇമോഷൻസ് ഉണ്ട്, അത് കുറച്ച് നാളത്തേക്ക് നമ്മുടെ മൈൻഡിൽ ഉണ്ടാവും ചിലതൊക്കെ. പക്ഷെ ഇന്ന് ഈ സിനിമ കണ്ടപ്പം തുടക്കം മുതൽ ലൈക്ക് ഫസ്റ്റ് ഹാഫോളം പഴയ കുട്ടിക്കാലം തൊട്ട് ഈവൻ സ്കൂളിൽ പഠിക്കുന്ന വരെയുള്ള കാര്യങ്ങൾ ഫ്രെയിം ബൈ ഫ്രെയിം, ഈവൻ വാഴ വണ്ണിൽ അതാണല്ലോ സ്റ്റോറി, മീൻസ് ആ ഒരു ലൈൻ, അതപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റി. എനിക്ക് മാത്രമല്ല, എൻ്റെ കൂടെ വന്ന മീൻസ് ഞങ്ങൾ ആക്ച്വലി ഇന്ന് കാണാൻ പ്ലാൻ ഇല്ലായിരുന്നു. താങ്ക്സ് ടു ആദിത്യനാണ് ഞങ്ങളെ കൊണ്ടുപോയത്. അവനില്ലായിരുന്നു ഞങ്ങൾ ഇന്ന് കാണത്തില്ല, നാളെ കാണുള്ളൂ. കാരണം ഇന്ന് ഫസ്റ്റ് ഡേ ആണല്ലോ. ലേറ്റ് ആയിട്ടാണ് കണ്ടെങ്കിലും ബട്ട് എനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റുന്നില്ല. സോ വാഴ 2 ഫസ്റ്റ് തന്നെ പറയാം, ഇറ്റ്സ് എ മസ്റ്റ് വാച്ച് മൂവി. എല്ലാവരും കാണേണ്ട ഒരു മൂവിയാണ്, ചെറുത് തൊട്ട് വലുത് വരെ. കാരണം എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയാണ്. ആൻഡ് സെക്കൻഡ് തിങ്, ഫസ്റ്റ് തിങ് ആണത്. സെക്കൻഡ് തിങ്, എനിക്ക് പേഴ്സണലി ഒരുപാട് കണക്ട് ആയി ഈ സിനിമ. എൻ്റെ POV നിന്ന് ചിന്തിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. നിങ്ങൾക്ക് ചിലപ്പം വേറെ രീതിയിലായിരിക്കും നിങ്ങളുടെ ചിന്തഗതി. സ്കൂൾ തൊട്ട് സ്കൂളിലെ കാര്യങ്ങൾ, നമ്മൾ എന്താ പറയുക, കച്ചറ ഉണ്ടാക്കിയ സമയങ്ങൾ, ക്ലാസ് കട്ട് ചെയ്ത സമയം, എല്ലാം ഫ്രെയിം ബൈ ഫ്രെയിം. ആ ഒരു മൂവി സീനൊന്നും ഞാൻ പറയുന്നില്ല. കാരണം ഇപ്പം ഞാൻ അറിയാണ്ട് ഇപ്പം സ്കൂൾ ജീവിതം ഒബ്വിയസ്ലി നിങ്ങൾക്ക് അറിയാം, സ്കൂൾ ജീവിതം ഉണ്ടെന്ന്. പക്ഷെ ബാക്കി കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് കുളമാവും. സ്പോയിലർ ആവാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. സോ എല്ലാ കാര്യങ്ങളും, നമ്മുടെ ഫ്രണ്ട്സിനെ, നമ്മുടെ അമ്മമാരെ, നമ്മുടെ നാട്ടുകാരെ, അച്ഛന്മാരെ, എല്ലാവരെയും നമ്മൾ സത്യം പറഞ്ഞാൽ ഭയങ്കര ഇമോഷണൽ ടച്ചാണ്. ഭയങ്കരമായിട്ട് ചിരിക്കാനുണ്ട് ഈ സിനിമയിൽ. ഞാൻ സത്യം പറഞ്ഞാൽ ചിരിച്ച് അവസാനം ശബ്ദം ഇല്ലാണ്ടായി. മീൻസ് ഇത് ഞാൻ തള്ളുന്നതല്ല, ശരിക്കും സംഭവിച്ചു. ഞങ്ങളെല്ലാവരും, ഈവൻ ആ തിയേറ്ററിൽ ഇരുന്ന എല്ലാവരും നല്ല ചിരിച്ചു. ഈ അടുത്തൊന്നും അത്രയും ഹെവി ചിരിക്കാനുള്ളൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ആദ്യമേ പറഞ്ഞു, എൻ്റെ ഫസ്റ്റ് മൂവി റിവ്യൂ ആണ് ഇത്. ഡെയിലി ഇങ്ങനെ പറയാൻ ഞാൻ ആളല്ല. കാരണം ഇതെനിക്ക് പറയണം എന്ന് തോന്നിയോണ്ട് മാത്രമാണ് ഞാൻ ഈ പറയുന്നത്. കാരണം അത്രയും കിടുവാണ്, അടിപൊളി മൂവിയാണ്. എല്ലാവരും മസ്റ്റായിട്ട് കാണേണ്ട ഒരു സിനിമയാണ്. എല്ലാവർക്കും നല്ല രീതിയിൽ റിലേറ്റ് ചെയ്യും. ആസ് എ മിലനിയൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആൾക്കാരാണെങ്കിൽ 90s എല്ലാവരും കാണണം. റൊമാൻസ്, ഇമോഷൻ, ഹാപ്പിനെസ്, അങ്ങനെ A to Z, പേരൻഹുഡ്, എല്ലാം പൊളി മൂവിയാണ് ഗൈസ്. യു ഗൈസ് നീഡ് ടു വാച്ച് ഇറ്റ്. ഉറപ്പായിട്ടും ഫാമിലിയായിട്ട് പോകാൻ പറ്റിക്കഴിഞ്ഞാൽ അത്രയും നല്ലത്. പ്രത്യേകിച്ച് ഒരു കാര്യം, അതിലെ ആൾക്കാരുടെ പേര് പറയുന്നില്ല, എല്ലാവരും A to Z, ഫ്രം ഡയറക്ടർ ടു എന്താ പറയുക, അതിനകത്ത് അഭിനയിച്ച എല്ലാ ആൾക്കാരും, ഓരോ പേഴ്സൺ ബൈ പേഴ്സൺ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഹാഷിറാൻ ടീമിനെയും പിന്നെ നമ്മുടെ അമീനാൻ ടീമിനെയൊക്കെ അറിയാലോ. അവരെല്ലാവരും അവരുടെ ഡ്രീം ആയിരിക്കും ഒരു പക്ഷേ റീലിലൊക്കെ അഭിനയിച്ചിട്ട് സിനിമയിലെത്തിയവർ. സോ എന്തായാലും, കാരണം അവരുടെ ഡ്രീമാണത്. എല്ലാവരും അവരുടെ ആ കഷ്ടപ്പാടും, അവരെന്തോരം കഷ്ടപ്പെട്ട്, മീൻസ് അത്രയും ഹാർഡ് വർക്ക് എടുത്ത് അഭിനയിച്ചു, ഡബ് ചെയ്തു, ഇമോഷൻസ് നമുക്ക് ആ ഒരു ഫീലിൽ നമുക്ക് തന്നു. സോ ഇറ്റ്സ് എ ഫീൽ ഗുഡ് ഹാപ്പി മൂവി, ഹാപ്പി ആൻഡ് ഇമോഷണൽ മൂവി. സോ അത്രേ ഉള്ളൂ. ആദ്യം കത്തിവെച്ച് ഞാൻ അലമ്പാക്കുന്നില്ല. സോ പീസ് ആൻഡ് ലവ് ഗൈസ്. അഗെയിൻ മസ്റ്റ് വാച്ച് മൂവിയാണ്. ഫാമിലി, ഫ്രണ്ട്സ്, കപ്പിൾസ്, ആർക്ക് വേണമെങ്കിലും പോയി കാണാം. അപ്പം അത്രേ ഉള്ളൂ. ടേക്ക് കെയർ, ബൈ ബൈ, ഗുഡ് നൈറ്റ്. നല്ല ഉറക്കം വരുന്നുണ്ട്, പക്ഷെ ഇത് പറയാണ്ട് എനിക്ക് പോകാണ്ടിരിക്കാൻ തോന്നിയില്ല. അപ്പം അത്രേ ഉള്ളൂ. പീസ് ആൻഡ് ലവ്. പിന്നെ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.